ലാ മസിയയുടെ പുൽമൈതാനങ്ങളിൽ മെസ്സി എന്ന മാന്ത്രികനെ വളർത്തിയെടുത്തത് സ്പെയിനാണ്. എന്നാൽ ആ മാന്ത്രികനെ കളിക്കളത്തിൽ തളയ്ക്കാനും വേണ്ടി വന്നാൽ മണിച്ചിത്രത്താഴിട്ട് പൂട്ടാനും തങ്ങൾക്ക് കഴിയുമെന്ന് ഇന്നലെ സ്പെയിൻ വീണ്ടും തെളിയിച്ചു. ഈ ലോകകപ്പിലെ അർജന്റീനിയൻ പടയോട്ടത്തിന്റെ അമരക്കാരൻ മെസ്സിയായിരുന്നു. കരിയറിന്റെ അവസാന ഘട്ടത്തിലും 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായി കളിക്കളത്തിൽ അയാൾ അവിസ്മരണീയ പ്രകടനമാണ് പുറത്തെടുത്തത്. ഫൈനലിലേക്കുള്ള അർജന്റീനയുടെ പാത ഒട്ടും സുഗമമായിരുന്നില്ല. പലപ്പോഴും തോൽവിയുടെ നിഴലിൽ നിന്ന് മെസ്സിയുടെ മാസ്മരികതയിൽ ആൽബി സെലസ്റ്റകൾ തിരിച്ചു വരുന്നത് ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്നാൽ കലാശ പോരാട്ടത്തിൽ ആ മായാജാലം പുറത്തെടുക്കാൻ സ്പെയിൻ മെസ്സിയെയും സംഘത്തെയും ഒട്ടും അനുവദിച്ചില്ല. സ്പാനിഷ് പ്രതിരോധം അയാളെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലനാക്കി. ആദ്യ 20 മിനിറ്റിനിടെ ലയണൽ മെസ്സിക്ക് 2 തവണ മാത്രമാണ് പന്ത് ലഭിച്ചത്. മെസ്സിയുടെ ഓരോ ചുവടുകളും സ്പാനിഷ് പ്രതിരോധം കൃത്യമായി നിരീക്ഷിച്ചു. പന്ത് മെസ്സിയുടെ കാലുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വഴിതിരിച്ചുവിടുന്ന സ്പാനിഷ് മധ്യനിരയുടെ ആധിപത്യമാണ് കളിയിലുടനീളം കണ്ടത്. സ്പാനിഷ് ബോക്സിലേക്ക് കടന്നു കയറാനോ ഗോൾ ലക്ഷ്യമാക്കി ഒരു ഷോട്ട് പോലും ഉതിർക്കാനോ കഴിയാത്ത വിധം മെസ്സിയെ അവർ തളച്ചിട്ടു. മെസ്സിയെ ഉണ്ടാക്കിവിട്ട സ്പാനിഷ് ക്ലബ്ബാണ് ഇപ്പോഴത്തെ സ്പെയിൻ ദേശീയ ടീമിലെ ഭൂരിഭാഗം പേരുടെയും ഉറവിടം. ക്ലബ് ഫുട്ബോളിൽ മെസ്സിയെ വളർത്താനാകുമെങ്കിൽ ആ മെസ്സിയെ എങ്ങനെ തടയണമെന്നും സ്പെയിൻ പഠിച്ചിട്ടുണ്ടാകും. അതാണ് അർജന്റീന ടീമും അവരുടെ ആരാധകരും മറന്നുപോയത്. ലോകകപ്പിലുടനീളം കണ്ട പതിവ് ശൈലിയിൽ അവസാന നിമിഷം വരെ ഉഴപ്പിക്കളിച്ചിട്ട് ഒടുവിൽ മെസ്സിയുടെ മാജിക്കിൽ കപ്പുമായി മടങ്ങാമെന്ന അർജന്റീനയുടെ അതിമോഹം സ്പെയിൻ തകർത്ത് കളഞ്ഞു. റോഡ്രിയും യമാലും ഒൽമോയുമെല്ലാം നിറഞ്ഞാടിയ സ്റ്റേഡിയത്തിൽ മെസ്സിയെ മാത്രം ആരും കണ്ടില്ല. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്നായി ഈ ഫൈനൽ മാറുമ്പോൾ ഒന്നുറപ്പാണ്: മെസ്സിയെ ലോകത്തിന് സമ്മാനിച്ച സ്പെയിനിന് അയാളുടെ തന്ത്രങ്ങളുടെ പൂട്ടഴിക്കാൻ മാത്രമല്ല, ആവശ്യമുള്ളപ്പോൾ അത് തിരിച്ചു പൂട്ടാനും കൃത്യമായി അറിയാം.